ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ടയുടെ ഡിയോ ആണ് വണ്ടി. വണ്ടിക്ക് വലി വളരെ കുറവായിട്ട് അനുഭവപ്പെട്ട പ്രകാരം നമ്മളതിൻ്റെ ഹെഡ് ഡീകാർബണൈസിങ് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അതായത് എൻജിൻ ഹെഡിനകത്ത് വന്ന കരി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചതാണ്. അപ്പോൾ നിലവിൽ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് നല്ല രീതിയിൽ പവർ ലോസ് ഉണ്ട്. നമ്മൾ ക്ലച്ചൊക്കെ നമ്മൾ അതിക്ക് മുമ്പിലത്തെ സർവീസിലൊക്കെ ക്ലിയർ ചെയ്ത് പോയതാണ്. പക്ഷേ എന്നിട്ടും വണ്ടിക്ക് ഈ പറഞ്ഞ രീതിയുടെ നല്ല രീതിയിൽ പവർ വ്യത്യാസം, അത് കറക്റ്റായിട്ട് പിക്കപ്പ് വലിച്ച് കയറാത്തൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. സാധാരണ രീതിയിൽ അങ്ങനെ വരുമ്പോഴത്തേക്കും പറഞ്ഞാൽ ഹെഡിൽ കരിയുടെ അളവ് കൂടുമ്പോൾ നോക്കി സൗണ്ടോട് കൂടിയിട്ട് വലിയ കുറയിലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ ഹെഡ് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ട നമുക്ക് അത്യാവശ്യമാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വണ്ടി അഴിച്ചതാണ്. പക്ഷേ വണ്ടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പിസ്റ്റണൊക്കെ ഓൾറെഡി സിലിണ്ടറിനകത്ത് പിടിച്ചോടിയേക്കണം. പിസ്റ്റൺ പിടിക്കുക എന്ന് പറയുന്നൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ നടന്നേക്കുന്നത്. ഇതെനിക്ക് തോന്നുന്നു ഇപ്പോൾ പറ്റിയേണ്ടതല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നാൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് പുകയുടെ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. നിലവിൽ സിലിണ്ടറിനകത്ത് പിസ്റ്റൺ പിടിച്ചാണ് ഈ കാണുന്നത് കേട്ടോ. ഞാൻ ജസ്റ്റ് സിലിണ്ടർ കൂടി ഒന്ന് കാണിച്ചു തരാം. സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ അടിഭാഗം നല്ല രീതിയിൽ സ്ക്രാച്ച് വന്ന് നല്ല രീതിയിൽ സ്ക്രാച്ച് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ മുകൾ ഭാഗവും അതേപോലെ തന്നെ സ്ക്രാച്ചസ് നല്ല രീതിയിൽ കാർന്ന് എടുത്താണ് രീതിയിലാണ് അതിൻ്റെ ഒരു തേയ്മാനം വന്നേക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളപ്പോൾ ഇങ്ങനെ വന്ന കേസിൽ നല്ല രീതിയിൽ പുക വരേണ്ടതാണ്, ഓയിൽ ലെവലൊക്കെ കുറഞ്ഞു കൊണ്ടാണ്. പക്ഷേ നമ്മളതിൻ്റെ ഓയിൽ ലെവലൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ചെക്ക് ചെയ്തു. ഓയിൽ ലെവലിലത് കാര്യമായിട്ടുള്ള വേരിയേഷൻ വന്നല്ല. ചെറിയൊരു കുറവ് കാണിക്കുന്നുണ്ട്. അതല്ലാതെ കൊണ്ട് ഏകദേശം ഇതിപ്പോൾ ഫുൾ ടൈറ്റ് ചെയ്യുമ്പോൾ ഇത്രയും തന്നെ ഏകദേശം ഒരു 100 മില്ലി 150 മില്ലിയുടെ വ്യത്യാസമാണ് നിലവിൽ ഓയിൽ ലെവലിനകത്ത് വേരിയേഷൻ വന്നിട്ടുള്ളൂ. പക്ഷേ നിലവിൽ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിണ്ടർ പിസ്റ്റൺ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അതാണ് മെയിനായിട്ട് നമുക്ക് അത്രയും ഒരു പ്രോബ്ലം കാണിച്ചുകൊണ്ടിരുന്നത്. കംപ്രഷൻ ലീക്കേജ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ വരുമ്പോൾ എനിക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു വണ്ടി ഒന്നുപോലെ ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടി ഡാമേജ് എന്തെങ്കിലും വന്നേണതാവാം. അതല്ലാണ്ട് നോർമൽ സാധാരണ രീതിയിൽ ഇങ്ങനെ പിസ്റ്റൺ ഡാമേജിലേക്ക് വരാറില്ല. ഇത്രയും ഡീപ്പായൊരവസ്ഥയിലേക്ക് കംപ്ലൈൻറ്റിലേക്ക് വരാറില്ല. ഇതിപ്പോൾ നമ്മൾ ആ സ്ക്രാച്ചായ ഗ്യാപ്പിനകത്തേക്ക് കാർബൺ കയറി ലോക്ക് ആയതുകൊണ്ടാണ് ആ പുകയുടെ പ്രശ്നമൊന്നും വരാണ്ടിരുന്നത്. ആ ഗ്യാപ്പ് കാർബൺ കയറി ഫില്ലായിരിക്കുകയാണ്. ഇതൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്ക്രാച്ച് ഉണ്ട് ഈ ഭാഗത്തൊക്കെ. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിൽ എനിക്ക് മുമ്പ് പറ്റിയ കേസ് ആയിരിക്കാം. അതല്ലാതെ കൊണ്ട് പെട്ടെന്നൊരു ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വരാനായിട്ടുള്ള സാധ്യതയില്ല. കാരണം ഓയിലും ലെവൽ കുറവോ കാര്യങ്ങളോ ഒന്നും തന്നെ വണ്ടിയിൽ കാണുന്നുമില്ല. പുകയുടെ പ്രോബ്ലം കണ്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെയും വിചാരിക്കാം. അതും നിലവിലില്ല. അപ്പോൾ നിലവിൽ നമുക്ക് രണ്ട് രീതിയിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഒന്ന് നമുക്ക് സിലിണ്ടർ പിസ്റ്റൺ മാറ്റി പുതിയത് കിറ്റേപ്പാടി മേടിച്ച് കയറ്റേണ്ടി വരും. അതല്ലെങ്കിൽ പിന്നെയുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സിലിണ്ടർ നമുക്ക് വാറണ്ടിയിൽ തന്നെ ബോർ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ കണ്ടീഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മളതിൻ്റെ ക്യാം ഷാഫ്റ്റ് റോക്രാമൊക്കെ ചെക്ക് ചെയ്തു. ക്യാം ഷാഫ്റ്റിൻ്റെ ഈ ഒരു ബെയറിങ്ങിന് കംപ്ലൈൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങാണ്. ആ സൈഡ് ചെറിയ പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യുന്ന സമയത്ത് ഈ 2 ബെയറിങ് എന്തെങ്കിലും ചേഞ്ച് ചെയ്തിടണം. റോക്രാമിൻ്റെ ഭാഗം നോക്കുമ്പോൾ റോക്രാമിന് നിലവിൽ ഇപ്പോൾ പ്രോബ്ലം ഒന്നും കാണുന്നില്ല. റോക്രാമൊക്കെ നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാം. പിന്നെയുള്ളത് ഈ വാൽവാണ്. വാൽവ് ഉറപ്പായിട്ടും കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടാവും. സാധാരണ ഇങ്ങനെ വന്ന കേസിൽ വാൽവ് എക്സോസ്റ്റ് വാൽവും അതിൻ്റെ കേടും കംപ്ലൈൻറ്റ് വരും. അതാണ് ശരിക്കും സംഭവിക്കുക. അപ്പോൾ നമുക്ക് സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗം ഇവിടെ നിന്ന് ഇങ്ങടേക്കുള്ള ഭാഗം ക്ലിയറായിട്ട് പക്കയായിട്ട് തന്നെ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയേക്കാണ്. വാൽവ് മാറ്റണം. 2 വാൽവ് മാറ്റി വാൽവ് സീറ്റ് ചെയ്യണം. സിലിണ്ടർ ഒന്നുപോലെ നമ്മൾ മാറ്റി പുതിയത് സെറ്റ് ചെയ്യണം. അതല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രീതികളുടെ ചിലവ് ചുരുക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലാണെങ്കിൽ ബോർ ചെയ്ത് സെറ്റ് ചെയ്യണം. അത്യാവശ്യം നമുക്ക് നല്ല രീതിയിലുള്ള ഓട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ പരമാവധി ബോർ ചെയ്യാതിരിക്കണം നല്ലത്. ഞാൻ ഇപ്പോൾ ഏകദേശം നമുക്കൊരു 80,000 കിലോമീറ്ററോളം വണ്ടി ഓടിയിട്ടുണ്ട്. 79,000 കണ്ടാണ് എൻ്റെ മീറ്ററിൽ കണ്ട നമ്മൾ. അപ്പോൾ അതിന് അങ്ങനെ ഓടുന്ന വണ്ടിക്ക് സ്വാഭാവികമായിട്ടും ഇവിടെ നോക്കുമ്പോൾ ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഇവിടെയൊക്കെ ചെറിയൊരു പ്ലേ ഉണ്ട്. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ ചെറിയ പ്ലേ കാണിക്കുന്നുണ്ട്. അതൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ബോർ ചെയ്താലും മതി എന്നുള്ള രീതിയിൽ പറഞ്ഞതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമുക്ക് സിലിണ്ടർ പുതിയതൊക്കെ ഇട്ട് കയറ്റി സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഈ ക്രാങ്കിൻ്റെ കണക്ടറോടൊക്കെ എപ്പോഴെങ്കിലും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ഈ ഇടുന്ന സിലിണ്ടറൊക്കെ വീണ്ടും ഡാമേജ് വരും. അപ്പോൾ അങ്ങനെ ഒരു റിസ്ക് ഉള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ തൽക്കാലം ആ കുറഞ്ഞ രീതിയിലായാലും വെച്ച് കഴിഞ്ഞാൽ തീരെ ഇതായില്ല. നമ്മൾ ബോറിംഗ് ആണ് ചെയ്യണമെന്നുണ്ടെങ്കിലും അത് ഓൾറെഡി 1 ഇയർ വാറണ്ടിയിലാണ് ചെയ്ത് മേടിക്കാം. അപ്പോൾ ആ രീതിയിൽ ചെയ്താലും മതി. അപ്പോൾ ഞാൻ 2 രീതിയിലുള്ള എസ്റ്റിമേറ്റ് നോക്കിയിട്ട് പറയാം. 2 രീതിയിലുള്ള എസ്റ്റിമേറ്റ് സിലിണ്ടർ മാറ്റി പുതിയതിട്ട് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കോസ്റ്റ് വരും നോക്കിയിട്ട് അത് പറയാം. ബോർ ചെയ്യുമ്പോഴായാലും ഏകദേശം എത്ര പ്രതീക്ഷിക്കാം എന്നുള്ള രീതിയിലുള്ള എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം. കൂട്ടത്തിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ അത്യാവശ്യം ഭാഗങ്ങളൊക്കെ ഒന്ന് അഴിച്ച് ക്ലച്ചിൻ്റെ ഭാഗമെങ്കിലും പവർ ലോസോ ഉള്ള പറഞ്ഞത് ഈ വീലൊക്കെ നമ്മൾ പുതിയതിട്ടാണ്. എന്നാൽ പോലും നമ്മളത് ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ഗ്രീസിങ്ങൊക്കെ നടത്തി റീസെറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഈ കൂട്ടത്തിൽ തന്നെ ചെയ്തു പോവാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഒരു എസ്റ്റിമേറ്റും ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് പറയാം.
രണ്ട് രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കോസ്റ്റ് വന്നേന്നുള്ള ദിവസം നമ്മൾ സാധാരണ രീതിയിൽ അഴിച്ച് ഹെഡിൻ്റെ അകത്ത് കരി മാറാം, ആ കരി ക്ലീൻ ചെയ്യുക. സാധാരണ നമുക്ക് ചെയ്യുമ്പോൾ സാധാരണ കഴിക്കുമ്പോൾ നമുക്ക് ഈ പിസ്റ്റൻ്റെ ഈ മുകളിൽ തന്നെ ടോപ്പ് റിങ്സ് മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യാനുള്ള പതിവ്. റിങ്സ് മാറ്റുക, വാൽവ് സീറ്റ് ചെയ്യുക. വാൽവ് അപ്പോഴും മാറ്റേണ്ടി വരാറില്ല. വാൽവ് സീറ്റ് ചെയ്യുക, ഗ്യാസ്കറ്റുകൾ മാറ്റി റീസെറ്റ് ചെയ്താണ് സാധാരണ രീതിയിൽ പോകാറ്. ഹെഡ് അഴിക്കുമ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടി വരിക. കൂട്ടത്തിക്കടെ എയർ ഫിൽറ്റർ കാർബറേറ്റർ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ആ ഫംഗ്ഷനോട് കറക്റ്റ് ചെയ്താണ് പോകാറ്. ആ ഒരു രീതിയിലാണ് നമ്മളത് അഴിച്ചത്. പക്ഷേ അഴിക്കുമ്പോഴാണ് ഈ രീതിയിലുള്ള അവസ്ഥ നമ്മൾ കാണുന്നത് പിസ്റ്റൻ്റെയൊക്കെ. എന്തായാലും നമുക്ക് ചെയ്യാണ്ട് ഓപ്ഷൻ ഇല്ല. അപ്പോൾ അത് ഞാൻ നോക്കിയിട്ടൊന്ന് എസ്റ്റിമേറ്റ് ഞാൻ പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. എന്തായാലും നമുക്ക് ലെയ്ത്ത് വർക്ക് ചെയ്ത് വരുമ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് പോയാലും നാളെയാണ് കംപ്ലീറ്റ് ചെയ്ത് കിട്ടുള്ളൂ. അപ്പോൾ തിങ്കളാഴ്ച വൈകിട്ടത്തേക്കൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് തരാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതും കൂടി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തോളൂ കേട്ടോ. ആ രീതിയിലും കൂടി ഒന്ന് അറേഞ്ച് ചെയ്തോളൂ. ഓക്കെ.